മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ആൻറ്റി ക്രൈസ്റ്റിൻ്റെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വന്നു. അതിൽ സ്വർഗത്തിലെ യുദ്ധത്തെക്കുറിച്ച് ചുരുക്കമായിട്ടാണ് പറഞ്ഞത്. അതിനകത്ത് 7-ാം വാക്യത്തിൽ വെളിപ്പാട് പുസ്തകം 12:7 പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മിഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തൻ്റെ ദൂതന്മാരെ മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ പിന്നെ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഈ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സ്വർഗം അത്ര നിർമ്മലമായിട്ടുള്ളൊരു സ്ഥലമല്ലെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. നമ്മൾ വിചാരിക്കും സ്വർഗം ഇതാണ്ട് വലിയതാണ്. ശരിക്കും ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഇനിയും സ്വർഗം നിർമ്മലമാവോ ഇല്ലയോ എന്നുള്ളതല്ല. 1-2 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: തൻ്റെ വിശുദ്ധന്മാരിലും അവന് വിശ്വാസമില്ലല്ലോ, സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല. എന്താണിത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, അത് നേരത്തെ പറഞ്ഞാണ്. ജനസിസ് 1-6 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ ആകാശത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അത് നല്ലതല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് സ്വർഗത്തിൽ ഈ സാത്താൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ള ഒരു ചിന്തയിലാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. സക്കറിയ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യോശുവ എന്ന മഹാപുരോഹിതനെ കുറ്റം ചുമത്തുവാൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. എന്തിനാണ്? 3-ാം വാക്യത്തിൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. ആ ഒരു ഇൻസിഡൻറ്റിൽ അവിടെ കാണുന്നത് കുറ്റം ചുമത്തുന്ന ഒരു പിശാച് സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം സ്വർഗത്തിൽ നടക്കും. പിശാച് ദൈവത്തിൻ്റെ പ്രസൻസിൽ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വിശ്വാസികൾക്ക് കഷ്ടം വരുത്താനും അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയാനുമായിട്ടുള്ള ഒരു ചിന്തയിലാണ് എപ്പോഴും ചെല്ലുന്നത്. ദൈവമക്കൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളിലൊക്കെ ഈ പിശാചിനും സാത്താനും പങ്കുണ്ടെന്ന് നമ്മൾ മറന്നുപോയത്. ഇത് ഡാനിയലിൻ്റെ പുസ്തകം 12:1 ഇസ്രായേലിനുണ്ടാകുന്ന വലിയ കഷ്ടത്തിൻ്റെ സമയത്ത് മീഖായേൽ ഉണരുന്നതായിട്ട് കാണുന്നു. 12:1 ഇവിടെയും സ്വർഗത്തിൽ അവൻ അവകാശം പിടിച്ചു പറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ അവനെ യുദ്ധം ചെയ്ത് തള്ളി താഴെയിടുന്നു. അവനെ പിന്നെ കണ്ടില്ല. ഇനി അവന് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. അവിടെയാണ് മഹായുദ്ധം ഉണ്ടായി അവനെ തള്ളിക്കളഞ്ഞിട്ട് നേരത്തെ വായിച്ച വാക്യത്തിൽ 10-ാം വാക്യത്തിൽ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു വാക്യം വരുന്നത്. പിന്നെ അവനെ കണ്ടില്ല, അവൻ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. സാത്താനെ വർണ്ണിക്കുന്ന പഴയ പാമ്പെന്ന്, പിശാചെന്ന്, സാത്താൻ അഡ്വേഴ്സറി, രാപ്പകൽ ദൈവസേനയിൽ സഹോദരന്മാരെ കുറ്റം ചുമത്തുന്നവൻ, അപവാദി, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്നവൻ, ഇങ്ങനെയൊക്കെ ഉള്ള പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇവന് ഇവിടെ ഉള്ളപ്പോഴും നമുക്ക് മനസ്സിലാക്കും, 1 യോഹന്നാൻ 2:1 നമ്മുടെ കർത്താവ് അവിടെ ഒരു അഡ്വക്കേറ്റായിട്ട് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തുണ്ട്. യവൻ ഈ കുറ്റം പറയും അവിടെ ചെല്ലുമ്പോഴേ കർത്താവ് പറയുന്നത് എന്താണ്? അതിനും കൂടി ഞാൻ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നതെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എബ്രായർ 7:25 അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാവുന്നു. അതുകൊണ്ട് സദാ ജീവിക്കുന്നവനാണ്, അതുകൊണ്ട് പൂർണ്ണമായി വിടുവിക്കുന്നു. സേവ് ടു ദ അട്ടർ മോസ്റ്റ് എന്നുള്ളൊരു വേർഡാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സേവ് ദം ടു ദ അട്ടർ മോസ്റ്റ്, പൂർണ്ണമായി വിടുവിക്കുന്നു. റോമർ 5:10 നാം ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികം രക്ഷിക്കപ്പെടും. കോപത്തിൽ നിന്ന് എത്രയധികം വിടുവിക്കപ്പെടും. അവൻ്റെ പുനരുത്ഥാനത്താൽ നാം എത്രയധികം രക്ഷിക്കപ്പെടും. അതുകൊണ്ട് സാത്താനെ തള്ളിക്കളയുമ്പോൾ സ്വർഗത്തിൽ പൂർണ്ണ ആധിപത്യം ഉണ്ടാകും. വെളിപ്പാട് പുസ്തകം 12:12 വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ഇങ്ങനെയാണ് കാണുന്നത്: പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. പിശാചിനി അല്പകാലമേ ഉള്ളൂ. അതുകൊണ്ട് സകല ക്രോധത്തോടുകൂടിയും അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. മത്തായിയുടെ സുവിശേഷം 8:29 നമുക്കറിയാം, ലഗ്യോനെ പുറത്താക്കുന്ന സമയത്ത്
സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുന്നുവോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് പന്നിയുടെ പുറത്തേക്ക് പോയിട്ട് കിഴുക്കാൻ തൂക്കായി ഓടി കടലിൽ ചാടി ചാകുന്നത്. അവർക്ക് വ്യക്തമായ ബോധമുണ്ട് അവരുടെ സമയമായിട്ടില്ല എന്ന്. ഇവിടെയാണ് അവരുടെ സമയമാകുന്നത്. എവിടെ? ഈ സ്വർഗത്തിലെ യുദ്ധം നടന്നു കഴിയുമ്പോഴാണ് അവരുടെ സമയമാകുന്നത്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം പറയുന്നത്, എവനെ അടിച്ച് പുറത്ത് ഭൂമിയിലേക്ക് ചാടിച്ചു കഴിയുമ്പോഴേ ഭൂമിയിലുള്ള അനർത്ഥങ്ങൾ എത്ര വലുതാകുന്നു എന്ന് പറയുന്നു. ഈ 11-ാം വാക്യത്തിൽ പറയുന്ന ഈ പീഡനകാലത്ത് പോലും കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യ ഹേതുവായിട്ടും ജയിച്ചു, അവനെ ജയിച്ചതായിട്ട് പറയുന്നു. ഇപ്പോഴും ആ സമയത്ത് പോലും കുഞ്ഞാടിൻ്റെ രക്തവും സാക്ഷ്യവചനവും ഇത് രണ്ടും ഏറ്റവും പ്രധാനമാണ്. ഇന്നും നമുക്ക് പൈശാചിക ശക്തികളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനായിട്ട് ഉള്ള നമ്മളെ സഹായിക്കുന്ന 2 ഘടകങ്ങളാണ് ഇത്. ഞാൻ പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് പറയാറുണ്ട്, നമ്മുടെ സാക്ഷ്യം, പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു ഓഡിയൻസിൻ്റെ മുമ്പിൽ നമ്മുടെ സാക്ഷ്യം പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഏത് രീതിയിൽ കർത്താവ് നമ്മളെ വിടുവിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ പിശാചിൻ്റെ ശക്തി കുറയുന്നൊരനുഭവമാണ് അവിടെ കാണുന്നത്. അത് മാത്രമല്ല, നമ്മളെ വീണ്ടെടുത്തത് കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടാണ്. അതിന് കുഞ്ഞാടിൻ്റെ രക്തവും സാക്ഷ്യവചനവും ഹേതുവായിട്ട് പിശാചിനെ തള്ളിയിടുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഈ നാളിൽ ഭരിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ഈ പൈശാചി ശക്തികളിൽ നിന്നുള്ള രക്ഷ പ്രാപിക്കാനായിട്ട് കുഞ്ഞാടിൻ്റെ രക്തവും സാക്ഷ്യവചനവും പ്രധാനമാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ ജീവിച്ച സമയത്ത് പല സാഹചര്യങ്ങൾക്കൊക്കെ കടന്നു പോയപ്പോൾ ദൈവം നമ്മളെ വിടുവിച്ചെങ്കിൽ അത് നമ്മൾ ഓർക്കുകയും നമ്മൾ ദൈവത്തെ മഹത്വം കരയറ്റുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് വലിയൊരു റിലീസ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുകയാണ്. അത് കുഞ്ഞാടിൻ്റെ രക്തത്താൽ. സാത്താൻ അതൊക്കെ അറിയാം. സാത്താൻ അതൊന്നും ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് അനുവദിക്കുകയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. അവരെ പോറ്റുന്നു എന്ന് പറയുന്ന ഭാഗം ഇവിടെ ഉണ്ട്. 12:6 അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം കണ്ടു. യഹൂദന്മാർ മലകളിലേക്ക് ഓടിപ്പോകുമ്പോൾ പീഡനത്തിൻ്റെ മധ്യകാലത്തെ പൈശാചി ശക്തികൾ വലിയ ശക്തിയോടുകൂടി ഇവിടെ വരുമ്പോൾ ഈ 1620 ദിവസം എന്ന് പറയുമ്പോൾ 360 കൊണ്ട് ഹരിക്കുമ്പോൾ ഏകദേശം 3.5 മാസമാണ്, 42 മാസം. ഈ സമയത്ത് നമ്മൾ പറഞ്ഞാണ്, നേരത്തെ പറഞ്ഞ 1 കാലം, 2 കാലം, അരക്കാലം. അതുകൊണ്ട് ഈ 3.5 വർഷക്കാലം യുദ്ധമല്ലാതെ മറ്റൊന്നും ഇസ്രായേൽ കാണുകയില്ല. അതിൻ്റെ അവസാനമാണ് അർമ്മദോൻ യുദ്ധം വരുന്നത്. അതുവരെയും കണ്ടിന്യൂസ് വാറാണ്. അപ്പോൾ ഈ 3.5 വർഷം ഇവരെ സൂക്ഷിക്കുന്നത് യോർദാൻ്റെ മലഞ്ചെരുവുള്ള പെട്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരുപാട് ഗുഹകളുണ്ട്. ഏദോമ്യർ പാർത്തിരുന്ന സ്ഥലമായിരുന്നു അത്. അവിടെ പാറയുടെ ക്ലിഫിൽ പോയിട്ട് യഹൂദൻ ഒളിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട്. ഡാനിയലിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിലും യെശയ്യാവ് 26-ാം അധ്യായത്തിലുമൊക്കെ ഇതിനെക്കുറിച്ച് ഉള്ള ചിന്തകൾ ഉണ്ട്. ഞാനതിലേക്ക് ഡീറ്റെയിൽഡായിട്ട് ഇപ്പോൾ പോകുന്നില്ല. അങ്ങനെയുള്ള ചില ചിന്തകളുണ്ട്. അന്നേരം യഹൂദനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഏദോമ്യർ പാർത്തിരുന്ന മരുഭൂമിയിലുള്ള പെട്ര എന്ന സ്ഥലത്തേക്ക് അവർ ഒരുക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അർമ്മോൻ യുദ്ധം നടക്കുമ്പോഴും അവർ അവിടെ പോകുന്നതായിട്ട് നമ്മളെ കാണും. നമ്മളത് പഠിക്കുന്ന സമയത്ത് കാണും. ഈ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അത് എൻഡ് ചെയ്യുന്നത് ഈ സ്ത്രീയെ നശിപ്പിക്കാനായിട്ട് പിശാച് പല രീതിയിൽ അവിടെ വായിൽ നിന്ന് നദിയെ ചാടിച്ച് എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. പല രൂപങ്ങളും അവിടെ കാണുന്നുണ്ട്. ഈ രൂപാലങ്കാരം വലിയ സൈന്യം അവിടെ വരികയും ഇവരെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേ ഭൂമി അതിനെ വിഴുങ്ങിക്കളഞ്ഞു എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കവിടെ വരുന്നത്. അതുകൊണ്ട് അവിടെ അതിനുശേഷം ആണല്ലോ അതിൻ്റെ അൾട്ടിമേറ്റ്ലി എൻഡിലാണ് അർമ്മദോൻ യുദ്ധത്തിൽ യേശുക്രിസ്തു ഈ പിശാചിനെ എന്നേക്കുമായിട്ട് തോൽപ്പിക്കുന്നത്. അപ്പോൾ ഈ 12-ാം അധ്യായം കഴിഞ്ഞിട്ട് 12-ാം അധ്യായം കഴിഞ്ഞിട്ട് 13-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലേക്ക് വരുമ്പോഴാണ് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇത് വന്ന് കയറുന്നത്. 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നൊരു മൃഗം, അതുപോലെ 11-ാം വാക്യത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് കയറി വരുന്നൊരു മൃഗം. ആദ്യം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന, സമുദ്രം എന്ന് പറയുന്നത് ഒരു ജനനദിയാണ്.
ജനത്തിൻ്റെ ഇടയിൽ നിന്ന് കയറി വരുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു നേതാവായിട്ടും ഭൂമിയിൽ നിന്ന് കയറി വരുന്ന ഒരു കള്ളപ്രവാചകൻ, ഒരു മത നേതാവായിട്ടും ചിത്രീകരിച്ചിട്ടുള്ള ആൻറ്റി ക്രൈസ്റ്റിൻ്റെ തൃത്വം ആണ് അവിടെ കാണുന്നത്. അത് നമ്മൾ ദൈവം അനുവദിക്കുകയാണെങ്കിൽ നാളെ അതിലേക്ക് നമ്മൾ പ്രവേശിക്കാം. 12-ാം അധ്യായത്തിൽ നമ്മളിപ്പം കണ്ടതെന്ന് വെച്ചാൽ സ്വർഗത്തിൽ നടക്കുന്ന യുദ്ധമാണ്. ഈ സ്വർഗത്തിൽ നടക്കുന്ന യുദ്ധത്തിൽ പിശാചിനെ സ്വർഗീയമായിട്ടുള്ള ആധിപത്യത്തിൽ നിന്ന് അവനെ തള്ളിക്കളഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണത്. കാരണം അതുകൊണ്ടാണ് അതിനെ സ്പെസിഫിക്കായിട്ട് ഞാൻ 2 ദിവസം 2 എപ്പിസോഡിൽ പറഞ്ഞത്. പിശാചിനെ സ്വർഗത്തിൽ, കാരണം ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടിയിൽ പോലും നല്ലതെന്ന് കാണാതിരുന്ന സ്വർഗത്തിന് നേരത്തെ പറഞ്ഞ ഇയ്യോബിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ സ്വർഗത്തിൽ അശുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞത്, സ്വർഗങ്ങളിലിരിക്കുന്ന ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ അശുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞത്, അതിൽ നിന്നെല്ലാം ക്ലീനാക്കി അവരെ ഭൂമിയിലേക്ക് മാറ്റുന്ന ഒരനുഭവം ഇനിയുമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് യേശുക്രിസ്തു പറഞ്ഞതുപോലെ സ്വർഗീയ യെരുശലേമിൻ്റെ പണി അവിടെ നടക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിന് ബൈബിളിൽ നമുക്കൊരു വാക്യം പറവാനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. സ്വർഗീയ യെരുശലേമിൻ്റെ കാര്യങ്ങൾ ആ സമയത്തായിരിക്കും, യവനെ അവിടെ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റിക്കഴിയുന്ന സമയത്തായിരിക്കും സ്വർഗീയ യെരുശലേമിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ മറന്നുപോലും. അതുകൊണ്ട് ഈ സ്വർഗം ശുദ്ധീകരിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം പിശാച് സ്വർഗം കൂടെ ഭരിക്കാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തിയാണ്. അപ്പോഴേ അവൻ്റെ പൂർണ്ണ ആധിപത്യത്തിലേക്ക് ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്നു. ഇനി ഭൂമിയിലേക്കുള്ള ഈ 3.5 വർഷക്കാലത്തോളം അവൻ്റെ ശക്തി മുഴുവൻ അവനോട് കാണിക്കും. അവൻ മുഴുവൻ കാര്യങ്ങൾ കാണിക്കുന്ന കാര്യം. നേരത്തെ നമ്മൾ കഴിഞ്ഞ പഴയ എപ്പിസോഡിൽ അവൻ്റെ 10 അധികാരങ്ങളെക്കുറിച്ച് പറഞ്ഞു, 10 രാജമുടി അധികാരങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിൽ ഈ മൃഗത്തെക്കുറിച്ചും ഈ കള്ളപ്രവാചകനെക്കുറിച്ചും അതുപോലെ മഹാസർപ്പമായ പിശാചിനെക്കുറിച്ചും ഉള്ള ഈ തൃത്വത്തെക്കുറിച്ച്, അതാണ് ആൻറ്റി ക്രൈസ്റ്റായിട്ട് ഇവിടെ ഉടലെടുത്ത് നമ്മുടെ മുമ്പിൽ വരുന്നത്. അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. അതിലേക്ക് നമുക്ക് കയറാം. 13-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ച് നമുക്ക് ഇനിയും അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് ദൈവത്തിന് സ്വർഗത്തിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. എന്തായാലും അവൻ ഭൂമിയിലേക്ക് വന്നു. ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, ആരെയാണ്? ഇസ്രായേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ദൈവം തീരുമാനിച്ചു. ആ സമയങ്ങളിൽ ഇവിടെ വലിയ ബാധകൾ ഈ ഭൂമിയിലുണ്ടാവും. ആ സമയത്ത് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണമാണ്. അവനെല്ലാവരെയും സ്വാധീനിക്കും. ഇസ്രായേലിനെ സ്വാധീനിക്കും, വിട്ടുപോയ ക്രിസ്ത്യാനികളെ എല്ലാം സ്വാധീനിക്കും, അതുപോലെ ലോകജനതയെ മുഴുവൻ സ്വാധീനിക്കും. അവന് ഈ സാമ്പത്തിക മേഖലയെ സ്വാധീനിക്കും, അവന് ഇലക്ട്രോണിക് കാര്യങ്ങളെ സ്വാധീനിക്കും, ലോകത്തെ മുഴുവൻ 7 കോണ്ടിനെൻറ്റിനെയും അവൻ സ്വാധീനിക്കും. അവൻ്റെ ഭരണമായിരിക്കും ഇവിടെ വരിക. ഇതിലൊന്നും നമ്മൾ അകപ്പെടാതിരിപ്പാൻ വിശ്വാസ സമൂഹത്തെ അതിന് മുമ്പ് കർത്താവ് എടുത്ത് ആ സമയത്ത്, അവൻ്റെ ഭരണത്തിൻ്റെ സമയത്താണ് മേളിലെ കല്യാണം അതിന് മുമ്പേ ഉണ്ട്. ഒരു പ്രക്രിയയ്ക്ക് 3 കാര്യമുണ്ടല്ലോ. ആദ്യം കല്യാണ നിശ്ചയം, വിവാഹ നിശ്ചയം, വിവാഹം, അതിനുശേഷം വിവാഹ സദ്യ എന്ന് പറയുന്ന പോലെ വിവാഹ സദ്യയുടെ സമയമാണ്. വിവാഹ നിശ്ചയവും വിവാഹമൊക്കെ കഴിഞ്ഞു. ഇനി വിവാഹത്തിന് ശരിക്കും കല്യാണ സദ്യയാണ്, അതിനായിട്ട് ക്ഷണിക്കപ്പെടുന്നവരും ഒക്കെ ഉള്ളത്. അത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലുണ്ട്. അതേ സമയത്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉയരത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് പ്രതിഫലങ്ങൾ തരുന്നു. പിശാചിനെ മുഴുവൻ അടിച്ചു താഴ്ത്തി അവിടെ പുതിയ യെരുശലേം പണിയപ്പെടുന്നു, നമുക്ക് പ്രതിഫലങ്ങൾ തരുന്നു. അങ്ങനെയൊക്കെയുള്ള സമയമാണ്. ദൈവം അതൊക്കെ നമുക്ക് ചിന്തിപ്പാനായിട്ടുള്ള ഇടവരുത്തട്ടെ. നമ്മളൊന്നും തന്നെ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണത്തിനോട് ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഈ നാളിൽ ദൈവത്തിൻ്റെ വലിയ മഹിമ അവരെ കാണുവാനായിട്ട് സഹായിക്കണമേ. നിൻ്റെ വരവാസന്നമായിരിക്കുന്നുണ്ട്. ഒരുങ്ങിയിരിപ്പാനായിട്ട് കർത്താവെ ഞങ്ങളെയൊക്കെ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പോലും കർത്താവെ ശുദ്ധമായിരുന്നില്ലല്ലോ, എന്നാൽ അവിടെ നിന്ന് പിശാചിനെ നീ ഒരിക്കൽ അടിച്ചിറക്കും എന്ന് നിൻ്റെ വചനത്തിലുണ്ട്. അവിടെ നീ ശുദ്ധമാക്കി അവിടെ കർത്താവെ ഞങ്ങളുടെ മഹത്വമായിട്ടുള്ള പ്രത്യക്ഷതയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങളെ അവിടെ എല്ലാം കൂട്ടിച്ചേർക്കുന്ന വലിയ ദൈവമായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീ ഞങ്ങൾക്ക് ബലം തരുന്ന ദൈവമായിട്ട് സ്തോത്രം. ഈ ദിവസങ്ങൾ കർത്താവെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആരെങ്കിലും ക്ഷീണിതമായിട്ട് പ്രയാസങ്ങളിരിക്കുന്നവർ അവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ചില അഡിക്ഷനിലിരിക്കുന്നവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മദ്യപാനത്തിലെ, അതുപോലെ കർത്താവെ നർക്കോട്ടിക്സിലെ, മയക്കുമരുന്നുകളിലൊക്കെ അടിമയായിരിക്കുന്ന ചിലരെ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ചില കുടുംബങ്ങൾ ഇത് കാണുകയും ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യേശു
യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വലിയൊരു റിലീസ് ഈ ദിവസങ്ങളിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് പിശാചിനെ അടിച്ചിറക്കിയതുപോലെ ആ ഭവനത്തിൽ നിന്ന് യേശുവിൻ്റെ രക്തത്താലും കർത്താവിൻ്റെ സാക്ഷ്യവചനത്താലും പിശാചി ശക്തികളെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് വലിയൊരു വിടുതൽ എന്ന് കൊടുക്കുന്നവർക്ക് സ്തോത്രം. എല്ലാ അഡിക്ഷനിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു വിടുതൽ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഏൽപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് ദൈവങ്ങളിലേക്കൊന്ന് കൊടുക്കുമോ? തീർച്ചയായും ദൈവം വലിയൊരു വിടുതൽ തരും. കർത്താവ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ ഏതൊക്കെ സിറ്റുവേഷൻ ആയാലും അതിൽ നിന്ന് വിടുവിക്കണമേ, നീ വഴികളെ കാണിച്ചു കൊടുക്കണമേ എന്നതിൻ്റെ വചനപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ കൺവിക്ഷനിലെ കാര്യങ്ങളെ കാണിച്ചു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത് കണ്ടുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാലേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.